ഹായ് ഗായ്സ്, കുറേ നാളായിട്ട് കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലിനക്സിനകത്ത് പുതുതായിട്ട് വരുന്നവരാണ് ഇത് ചോദിക്കുന്നത്. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് സൂഡോ ചേർത്ത് ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും, പക്ഷേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്വേഡ് കാണിക്കത്തില്ല. ഇതെന്തെങ്കിലും പ്രശ്നമാണോ? ഒരിക്കലും അല്ല. ഇത് ലിനക്സിലെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫീച്ചർ വേണ്ട. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർസ് കാണിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ എളുപ്പമാണ് കേട്ടോ. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക സൂഡോ വി സൂഡോ. ഓക്കെ, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഡിഫോൾട്ട്സ് env റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, കണ്ടില്ലേ? ഓക്കെ, എന്നിട്ട് അവിടെ ചെല്ലുക. നമ്മുടെ കീബോർഡിലുള്ള ആരോ കീ ഉപയോഗിച്ച് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു സ്ക്വയർ കാണിക്കുന്നില്ലേ, ആ സ്ക്വയർ റീസെറ്റിൻ്റെ അറ്റത്ത് കൊണ്ടുപോവുക. ഓക്കെ, ശേഷം അവിടെ ഒരു കോമ ആഡ് ചെയ്യുക. ശേഷം ടൈപ്പ് ചെയ്യുക pw ഫീഡ്ബാക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടൈപ്പ് ചെയ്തു. ഓക്കെ, ശേഷം എന്താണെന്ന് അറിയോ, കീബോർഡിലുള്ള കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സേവ് ആയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് എക്സിറ്റ് ആവുന്നതായിരിക്കും. ഇനി എന്ത് ചെയ്യണം, ടെർമിനൽ ക്ലോസ് ചെയ്യാം. ശേഷം ടെർമിനൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സൂഡോ വെച്ച് ഒരു കമാൻഡ് റൺ ചെയ്ത് നോക്കാം. സൂഡോ ആപ്റ്റ് അപ്ഡേറ്റ്. എൻ്റർ കൊടുത്തു. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കാം, കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. കണ്ടല്ലേ, പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് സ്റ്റാർസായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. ഇനി പിന്നീട് എപ്പോഴേലും നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ലൈൻസ് എന്തൊക്കെയാണ് അതങ്ങ് കളയുക. അതായത് കോമ ആഡ് ചെയ്തു, pw ഫീഡ്ബാക്ക് എന്നുള്ളത് ആഡ് ചെയ്തു. അപ്പോൾ അത് രണ്ടും അങ്ങ് എടുത്ത് കളയുക. അപ്പം പിന്നീട് എന്താണ്, പാസ്വേഡ് കാണിക്കുന്നതായിരിക്കത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിനകത്ത് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.